വിവേക്, പോവാൻ നോക്ക്. ആന്റി, ചിലരെന്താന്നറിയില്ല, ആഗ്രഹിക്കുന്നതൊന്നും നടക്കില്ലെന്നറിഞ്ഞിട്ടും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ഇത് നടക്കാത്ത കാര്യങ്ങളുടെ പുറകെ വെറുതെ ഇങ്ങനെയൊക്കെ നടന്ന് സമയം കളയും. ആഗ്രഹം നേടിയെടുക്കാൻ ആഗ്രഹിച്ച മാത്രം പോരല്ലോ, അതിന് കുറച്ചൊക്കെ ഭാഗ്യം കൂടി വേണം. ചില ജന്മങ്ങൾ അങ്ങനെയാണ് മഞ്ജരി. അവര് അർഹതയില്ലാത്തത് മാത്രമേ ആഗ്രഹിക്കൂ. അതൊരിക്കലും നടക്കുകയില്ല. അവരൊരിക്കലും സന്തോഷത്തോടെ ജീവിക്കുകയില്ല. അവർക്ക് എന്തൊക്കെ സംഭവിച്ചാലും നാണം ഉണ്ടാവില്ല. എന്തൊക്കെ പറഞ്ഞാലും തലയിലോട്ട് കേറുകയില്ല. ഛേ, എനിക്കിങ്ങനെയുള്ളവരെ കാണുന്നത് തന്നെ വല്ലാത്ത വെറുപ്പാണ്. ആന്റി, അവള് മനസ്സ് വിഷമിച്ച് ഇവിടുന്ന് പോയിരിക്കുന്നത്. ഇനി ഈ സംയുക്തയുടെ രൂപത്തിലുള്ള മേഘന സൈലന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവോ, അതോ അനിയത്തെ ആശ്വസിപ്പിക്കാൻ പോയിട്ട് മേഘനയായിട്ട് തിരിച്ചു വരുമോ എന്നുള്ള കാര്യം കണ്ടറിയാം. മഞ്ജരി, പ്രിയമതേ, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വരൂ. നിങ്ങൾ എവിടെ ഇരിക്കും? ഞാനിപ്പോ വരാവേ. പറഞ്ഞു ജയദേവേട്ട. പ്രിയമതേ, നിന്റെ മകന് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല എന്ന് അറിഞ്ഞിട്ട് പോലും അവന്റെ മനസ്സിനെ വേദനിപ്പിച്ചാണ് നീ ഈ കല്യാണം നടത്താൻ പോകുന്നത്. അതെനിക്കറിയാമായിട്ടും ഇതുവരെ ഒരു കാര്യത്തിനും ഞാൻ തടസ്സം പറഞ്ഞില്ല. പക്ഷെ മനഃപൂർവ്വം ഓരോ കുത്തുവാക്കുകൾ പറഞ്ഞ് ചാരുവിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് എനിക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല പ്രിയമതേ. അങ്കിൾ, ഇപ്പൊ ഞാനാണെങ്കിലും ആന്റി ആണെങ്കിലും പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? മഞ്ജരി, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ അത്തരം പ്രവൃത്തികൾ കൊണ്ട് മറ്റൊരാളുടെ മനസ്സിനെ ഒരിക്കലും വേദനിപ്പിക്കരുത്. നിങ്ങളിങ്ങനെ ഓരോ കുത്തുവാക്കുകൾ പറയുമ്പോൾ ചാരുവിന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അവിടെ ഉള്ളിന്റെ ഉള്ളിൽ എത്രമാത്രം വിഷമമുണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ? മനസ്സ് വേദനിക്കുന്നത് കൊണ്ടും ഈ കല്യാണം കാണാൻ കഴിയാത്തത് കൊണ്ടും തന്നെയാണല്ലോ അരുണിമേച്ചി ഇവിടുന്ന് പോയത്. ഈ ചാരുവിനും അത്രയും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അവളും നേരത്തെ പോയേനെ. അങ്ങനെ പോവാത്ത സ്ഥിതിക്ക് ചിലപ്പോ ഇങ്ങനെ കുത്തുവാക്കുകൾ പറയേണ്ടി വരും. അതൊക്കെ കേട്ട് അവള് സഹിച്ച് നിൽക്കേണ്ടിയും വരും. അങ്ങനെയാവുമ്പോ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടി നിൽക്കേണ്ടിയും വരും. മഞ്ജരി, നീ വാ. ആഗ്രഹിക്കുന്നതൊന്നും നടക്കില്ലെന്നറിഞ്ഞിട്ടും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് എന്തൊക്കെ സംഭവിച്ചാലും നാണം ഉണ്ടാവില്ല. എന്തൊക്കെ പറഞ്ഞാലും തലയിലോട്ട് കേറുകയില്ല. ഛേ, എനിക്കിങ്ങനെയുള്ളവരെ കാണുന്നത് തന്നെ വല്ലാത്ത വെറുപ്പാണ്. നീ കരയാണോ ചാരു? ചേച്ചി പോയതിനു ശേഷം ഈ കണ്ണീരും വിഷമൊക്കെ എനിക്ക് ശരിക്കും ശീലായി ചേച്ചി. ഞാൻ എല്ലാം തരുന്ന സമയത്ത് നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അർത്ഥമുണ്ട്. ഞാൻ തിരിച്ചു വന്നതിന് ശേഷവും നീ കരയുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വന്നതുകൊണ്ട് പിന്നെ എന്ത് പ്രയോജനമുള്ളത് ചാരു? എന്തൊക്കെ മാറിയെന്ന് പറഞ്ഞാലും നമ്മുടെ ചുറ്റുപാടുകൾ ഇതുവരെ മാറിയിട്ടില്ല ചേച്ചി. നമ്മുടെ പ്രശ്നങ്ങളും ഇതുവരെ മാറിയിട്ടില്ല. അങ്ങനെയുള്ളപ്പോ എന്റെ മനസ്സിൽ എങ്ങനെ വിഷമമില്ലാതിരിക്കാനാ? സാഹചര്യങ്ങൾ എപ്പോഴും നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ വേണം അത് തരണം ചെയ്തു വരാൻ. ഇത്രയും കാലം നീ മുന്നോട്ട് വന്നില്ലേ, ഇപ്പൊ ഒന്ന് നിന്ന് പോയെന്നല്ലേ ഉള്ളൂ. ഈ സാഹചര്യം നമുക്ക് മറികടന്നേ പറ്റൂ. മനസ്സിലായോ നിനക്ക്?
മറികടക്കാനോ? ഏത് ധൈര്യത്തിലാണ് ഞാൻ അതിന് മുതിരേണ്ടത്? എന്ത് വിശ്വസിച്ചാണ് ഞാൻ എതിർത്ത് നിൽക്കാനുള്ള ധൈര്യം കാണിക്കേണ്ടത്? എന്താ നിനക്ക് എന്നെ വിശ്വാസമില്ലേ ചാരു? ചേച്ചി എനിക്ക് വിശ്വാസമാണ്. പക്ഷെ ചേച്ചി ഒന്ന് ആലോചിച്ചു നോക്ക്. ചേച്ചിക്ക് ഭർത്താവ് ഉണ്ടായിട്ടും ഏതോ ഒരാളെ പോലെ ഈ വീട്ടിൽ താമസിക്കേണ്ടി വന്നില്ലേ? സ്വന്തം ആളുകളുടെ മുമ്പിൽ വേറൊരാളായി അഭിനയിച്ച് ജീവിക്കേണ്ടി വന്നില്ലേ? ഞാൻ സ്നേഹിച്ച ആളെ സ്വന്തമാക്കാനാവാതെ, ആഗ്രഹിച്ച ജീവിതം ജീവിക്കാനാവാതെ, ഭാവിയിലേക്ക് യാതൊരു പ്രതീക്ഷകളും ഇല്ലാതെയാണ് ഞാൻ ജീവിക്കുന്നത്. ഇനി ചേച്ചി പറ, എന്ത് വിശ്വസിച്ചാ ഞാൻ ജീവിക്കേണ്ടത്? എന്ത് അടിസ്ഥാനത്തിലാണ് കാത്തിരിക്കേണ്ടത്? നമുക്ക് വിശ്വാസമില്ലെങ്കിൽ ഒരടി പോലും മുന്നോട്ട് വെക്കാനാവില്ല. നമ്മളിൽ വിശ്വാസമില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ തോൽവിക്ക് മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടി വരും. ഒരൊറ്റ തവണ തല ഉയർത്തി പിടിച്ച് മുന്നോട്ട് നീങ്ങിയാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനാവും, നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാൻ പറ്റൂ. എനിക്കറിയില്ല ചേച്ചി. പ്രിയംവദ ആന്റി എന്തായാലും ഒരടി പോലും മുന്നോട്ടെടുത്ത് വെക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പാ. അവരാഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും നടത്തും. എന്നെ മരുമകളായിട്ട് ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാ. പിന്നെ പ്രിയമത ആന്റിയെ പോലെ തന്നെയാണ് മഞ്ജരി. അവൾ എരുതിയിൽ എണ്ണ ഒഴിക്കുക. അവളും കൂടി ചേർന്ന ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നു. ആ മഞ്ജരി എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഏത് അടവുകൾ വേണമെങ്കിലും പ്രയോഗിക്കട്ടെ. വിവേകിന്റെ കല്യാണത്തിന് പിന്നിൽ ഇനി അഥവാ മഞ്ജരിയുടെ കുരുട്ടു ബുദ്ധിയാണെങ്കിൽ അതേ മഞ്ജരിയെ കൊണ്ട് തന്നെ നമ്മൾ ഈ കല്യാണം മുടക്കണം ചാരു. അവളെ കൊണ്ട് തന്നെ പ്രിയംവദാന്റെ തീരുമാനിച്ചുറപ്പിച്ച ഈ കല്യാണം മുടക്കിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്നെ വിശ്വസിച്ചാരു, കരയല്ലേ? കണ്ടില്ലേ, പ്രിയംവദയും മഞ്ജരിയും കൂടെ ചാരു മിസ്സിനെ എന്തൊക്കെ ചീത്തയാ പറഞ്ഞേ. ചാരു മിസ്സിന് നല്ല വിഷമം ഉണ്ടായി കാണും, പാവം. ചാരു മിസ്സിനെ കണ്ടിട്ട് എനിക്ക് ശരിക്കും സങ്കടം തോന്നി. ചില ആളുകൾ എപ്പോഴും ഇങ്ങനെയാ ചക്കി. മറ്റുള്ളവർക്ക് വിഷമമാകുമോ, അവര് മനസ്സിലെന്തേലും വിചാരിക്കുമോ എന്നൊന്നും ചിന്തിക്കില്ല. അവരുടെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയും. ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കുട്ടികൾ തന്നെയാ നല്ലത്. കുറച്ചെങ്കിലും ആലോചിക്കും. മുതിർന്നവരാണെങ്കിലും സെൻസ് ഇല്ലാത്തവര് ഇതൊന്നും ഒട്ടും ആലോചിക്കില്ല. അത് ശരിയാ. ആ പ്രിയംവദയും മഞ്ജരിയും രണ്ടുപേരും ഈ സെൻസ് ഇല്ലാത്ത കാറ്റഗറി പെട്ട ആൾക്കാരാ. അതെ, അത് തന്നെയാ. സംയുക്ത ആന്റിയും എന്റെ അമ്മയും ഒരാളാണെന്ന് പറഞ്ഞവര് തർക്കിച്ചുകൊണ്ടിരിക്കുകയാ. പക്ഷെ അത് സത്യമല്ല. സംയുക്ത ആന്റി വേറെ, എന്റെ അമ്മ വേറെ. അത്ര ഉറപ്പിച്ചു പറയാൻ എന്താ കാരണം? സംയുക്ത ആന്റി ഇവിടെയല്ലേ ഉള്ളത്, എന്റെ അമ്മ എന്റെ വീട്ടിലുണ്ടല്ലോ. എന്താ അതുപോലെ ഇത്ര ഉറപ്പിച്ചു പറയാൻ? എന്തോ എനിക്കിപ്പോഴും സംശയമുണ്ട്. അവർ രണ്ടും ഒന്നു തന്നെ ആയിരിക്കും. ഞാനതെന്തായാലും പ്രൂവ് ചെയ്യും. അയ്യോ ചക്കി, നീ എന്ത് കണ്ടിട്ടാ വിശ്വസിക്കുന്നേ? അത് വിട്ടേക്ക്. നമ്മളിപ്പോ പറഞ്ഞോണ്ടിരുന്നത് ഈ കാര്യമല്ലല്ലോ, നമ്മുടെ ചാരു മിസ്സിന്റെയും ചെറിയച്ഛന്റെയും കാര്യമല്ലേ. ചെറിയച്ഛന് ഇഷ്ടമില്ലാതാണ് പുതിയ കല്യാണ പെണ്ണിന്റെ കൂടെ ഇപ്പൊ ഷോപ്പിങ്ങിന് പോകുന്നത്. ചെറിയച്ഛൻ പോകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്ത ചാരു മിസ്സിന് അത് ഒരുപാട് സന്തോഷാവും. പക്ഷെ എങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്ക് അറിയില്ല ചിക്കു.
ചിക്കു നീ ആലോചിക്കുന്നേ? എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. അങ്കിള് പോവാതിരിക്കാനുള്ള ഒരു ഐഡിയ കണ്ടുപിടിക്കണ്ടേ? ശരി ശരി, ആലോചിക്ക്. എനിക്കൊരു ഐഡിയ കിട്ടി ചക്കി. എന്താ ഐഡിയ? ഇത് വർക്കൗട്ട് ആകുവാടാ? എന്തായാലും വർക്കൗട്ട് ആവും ചക്കി. എന്നെ വിശ്വസിക്കേ. ഈ മേഘന ഇതെവിടെ പോയി? ഇവിടെ എങ്ങും കാണാനില്ലല്ലോ. ചാരുവിന്റെ കണ്ണുനീര് കണ്ടു നിൽക്കാൻ പറ്റാതെ മനസ്സ് മാറി സംയുക്തയുടെ വേഷം അഴിച്ചു വെക്കുന്ന വിചാരിച്ചത്. അവള് മേഘനയായിട്ട് കാണാമെന്നും പ്രതീക്ഷിച്ചു. ഇവിടെ എങ്ങും നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. അവളിത് എവിടെ പോയി? മഞ്ജരി, നീ എന്റെ അനിയത്തെ കരയിച്ചല്ലേ? ആഗ്രഹിച്ച പുരുഷനെ കിട്ടാതിരിക്കുമ്പോ നേടിയെടുക്കാനുള്ള ശ്രമത്തിനിടെ തടസ്സങ്ങളെ തരണം ചെയ്യാൻ പറ്റാതാവുമ്പോ ഒരു പെണ്ണിന്റെ മനസ്സ് എത്രമാത്രം തകർന്നു പോവെന്ന് നിന്നെ ഞാൻ അറിയിച്ചു തരാം. നീ നോക്കിയിരുന്നു. ഇവളെന്തിനാ മിഥുന്റെ റൂമിന്റെ അടുത്തേക്ക് പോകുന്നേ? ഇതെന്താ റൂമിന്റെ അകത്തേക്ക് കയറിയല്ലോ? ഇനി ഇവിടെ മേഘനയായിട്ടാണോ പോയത്, അതോ സംയുക്തയായിട്ടാണോ? ചേച്ചേ, ഇനി മേഘനയായിട്ടാണെങ്കിലും സംയുക്തയായിട്ടാണെങ്കിലും പോയത് മിഥുന്റെ റൂമിലേക്കല്ലേ? അകത്ത് ചെന്നിട്ട് എന്ത് ചെയ്യാനാണോ എന്തോ. അയ്യോ, ഇവളെന്തോ പ്ലാൻ ചെയ്തിട്ട് എന്നെ അകത്തേക്ക് പോയത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഡോറ് ക്ലോസ് ചെയ്തത്? സംയുക്ത മാഡം, നിങ്ങളെന്താ ഇവിടെ? ഒന്നുമില്ല മിസ്റ്റർ മിഥുൻ, ഞാൻ ഹെയർ ഡ്രയർ നോക്കി വന്നതാ. ഓ, ഹെയർ ഡ്രയറിന് വേണ്ടിയാണോ? Yeah. ഒരു മിനിറ്റ്. ഇവിടെ എവിടെയോ വെച്ചിരുന്നാണല്ലോ. സോറി മിസ്റ്റർ മിഥുൻ, പുറകിന്നാരോ കഥകില് തള്ളിയതാ. അതുകൊണ്ടാ ഞാൻ വീണു പോയത്. വെരി സോറി. ശരി, സോറിയൊക്കെ പിന്നെ പറയാം. ആദ്യം ദയവായി ഒന്ന് എഴുന്നേൽക്ക്. അയ്യോ, സോറി, ഞാനത് ഓർത്തില്ല. എക്സ്ട്രീംലി സോറി. അതെന്തെങ്കിലും ആവട്ടെ, ഒന്ന് എഴുന്നേൽക്ക്. മഞ്ജരി, ആ ഡോറ് തള്ളി തുറന്നാരാ? നീയാ? അത് മിഥുൻ, അത് ഞാനാണെന്ന് വെച്ചോ. പക്ഷേ നിനക്കൊരു സെൻസും ഇല്ലേ? ഇങ്ങനെയാണ് റൂമിലേക്ക് കടന്നു വരുന്നേ? അതങ്ങനല്ല മിഥുൻ.
സംയുക്ത നിന്റെ റൂമിലേക്ക് വന്നതുകൊണ്ട് നീ എന്തൊക്കെ പറഞ്ഞു വരുന്നത് മഞ്ജരി? മിഥുന്റെ റൂമിലേക്ക് ഞാൻ വന്നതുകൊണ്ട് നീ എന്ത് നടക്കുന്നാ കരുതിയത്? ആക്ച്വലി ഞങ്ങൾ തമ്മിൽ എന്ത് നടക്കുന്നാണ് നീ എക്സ്പെക്ട് ചെയ്തത്? ആ, ഏ, നീ വല്ലാണ്ട് തെറ്റായിട്ട് ചിന്തിച്ചോ? ആ, ആ. എന്താ മഞ്ജരി, മനസ്സിൽ അതുപോലത്തെ വല്ല കുനിഷ്ടും ആലോചിച്ചുകൊണ്ട് വന്നാണോ വാതിൽ തള്ളി തുറന്നേ? അയ്യോ, അങ്ങനെ ഒന്നും അല്ല മിഥുൻ. അത് ഞാൻ ഡോറ് പതുക്കെ തുറക്കാൻ നോക്കി. അപ്പൊ അത് ഓപ്പൺ ആവാത്തത് കൊണ്ടാ ശക്തിയായിട്ട് തുറന്നു നോക്കിയത്. അത്രേ ഉള്ളൂ. ഓ മഞ്ജരി, ഡോർ എപ്പോഴും നോക്ക് ചെയ്തിട്ട് വേണം അകത്തേക്ക് കയറി വരാൻ. ഇങ്ങനെ ഇടിച്ച് തള്ളി കയറി വരാൻ പാടില്ല. അണ്ടർസ്റ്റാൻഡ്? എന്നെപ്പോലെ കല്യാണം കഴിക്കാത്ത ഒരാള് ഇതുപോലെ രാണിന്റെ കൂടെ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താവും അറിയോ? നീ കാരണം ഒരു കാര്യവുമില്ലാതെ എന്റെ ഈ ജീവിതം നശിച്ച് നാറാണക്കല്ലായി പോയനെ. ഓ മിസ്റ്റർ മിഥുനന്ദൻ, താങ്ക് യു വെരി മച്ച്. ഞാൻ താഴെ വീണ് പോവാതിരിക്കാൻ എന്നെ സപ്പോർട്ട് ചെയ്ത് പിടിച്ചതിന്. ഇനി എപ്പോഴും എനിക്ക് ഇതുപോലെ സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കണം. ഐ മീൻ ഓഫീസില് വർക്കില് മിഥുന്റെ സപ്പോർട്ട് ഐ നീഡ് ഓൾവേസ്. ആ തീർച്ചയായും. ഓക്കെ മിസ്റ്റർ മിഥുൻ, സീ യു സൂൺ. മിഥുൻ, അവള് റൂമിലേക്ക് വന്നപ്പോ എന്തിനാ അവള് ഡോറ് ലോക്ക് ചെയ്തത്? അതിന്റെയൊക്കെ ആവശ്യം എന്താ ഇപ്പോ? മഞ്ജരി, മനസ്സിലിങ്ങനെ ഓരോന്ന് ആലോചിച്ച് വെച്ചോണ്ട് വന്ന് വെറുതെ ഇതുപോലെ ഓരോന്ന് പറയാൻ നിൽക്കല്ലേ. വാട്ട് ഈസ് ദിസ്? പോ നോക്ക്. ഛേ, മഞ്ജരി, നിനക്ക് ശരിക്ക് കൊണ്ടല്ലേ? എന്നാലേ നിന്നെ ഞാൻ നക്ഷത്രം എണ്ണിക്കും. കാത്തിരുന്ന് കണ്ടോടി. അല്ല പ്രിയമതേ, വിവേക് വരാനായിട്ട് ഇനിയും ഒത്തിരി സമയം എടുക്കോ? ആൺകുട്ടികൾക്ക് റെഡിയാവാൻ ഒരുപാട് സമയം എന്തിനാ ചേച്ചി? ഞാൻ ഇപ്പൊ വിളിക്കാം അവനെ. വിവേക്, നിനക്ക് റെഡിയാവാൻ ഇത്രയും നേരം വേണോടാ? നിനക്ക് വേണ്ടി ഇവർ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യാ? ഞാനെന്താ മനുഷ്യനാണോ അതോ മിഷ്യനാണോ? ഒരു മിഷ്യനോട് പെരുമാറുന്ന പോലെ ഏത് നേരം നോക്കിയാൽ എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ മോം? മറ്റുള്ളവരുടെ ഇഷ്ടവും ഇഷ്ടക്കേടോ ഒന്നും നിങ്ങൾക്ക് അറിയണ്ട. മറ്റുള്ളവരുടെ ഫീലിങ്സ് ഒന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. മോം ഇപ്പോഴും എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണെന്ന് പോലും നോക്കാതെ സമയം വൈകിയെന്ന് പറഞ്ഞ ഇത്രയും തിരക്ക് കൂട്ടുന്നേ. വാട്ട് ഈസ് ദിസ് മോം? വിവേക്, ഇത്രയും ചെറിയ കാര്യങ്ങൾക്ക് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? അതിനിപ്പോ ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. ലേറ്റ് ആയത് എന്താന്നല്ലേ ചോദിച്ച്? അതിനിങ്ങനെ ചൂടാവേണ്ട കാര്യമുണ്ടോ? ശരി ശരി, അവരിറങ്ങുക അത്ര. ഹച്ചു. അയ്യോ, സാധാരണ തുമ്മലില്ല ചേച്ചി. അതൊന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇറങ്ങിക്കോ. ഹച്ചു. ആ, ആ, ചേച്ചി ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നോക്കാൻ നിന്നാൽ എങ്ങനെയാ? ചേച്ചി ഇതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കണ്ട. ശ്രദ്ധിച്ചേ പറ്റു പ്രിയമതേ. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പകുതിയിൽ വെച്ച് നിന്നു പോവും. ഇതെന്തോ ശുഭശകുനമായിട്ട് എനിക്ക് തോന്നുന്നേയില്ല.
അങ്ങനെയാണെങ്കിൽ കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങിയാ മതി. ഏയ് വേണ്ട പ്രിയമതെ, ഒരു തവണയായിരുന്നെങ്കിൽ പോട്ടേന്ന് വെക്കായിരുന്നു. 2 തവണ സംഭവിച്ചത് ഒരു സൂചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്തോ ഒരു നല്ല